ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും വലിയൊരു വില്ലനായിട്ടുള്ള ഒരു രോഗമാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ്. മരണത്തിലേക്ക് എത്തിക്കുന്ന അസുഖങ്ങളുടെ എണ്ണം എടുത്താൽ അതിനകത്ത് 7ാമത്തെ സ്ഥാനമാണ് ഡയബറ്റീസിനുള്ളത്. കേരള അതിൻ്റെ ഒരു ക്യാപിറ്റലും കൂടിയാണ്. വളരെ ശ്രദ്ധയോടെ ഒരു ജീവിതശൈലിയിൽ നമുക്ക് ഡയബറ്റിസ് നിയന്ത്രിക്കാവുന്നതാണ്. ഈ പ്രമേഹം എന്ന് പറയുന്നത് എന്താ? രക്തത്തിലെ ഷുഗറിന്റെ അളവ് കൂടുമ്പോഴാണ് നമ്മൾ അതിനെ പ്രമേഹം എന്ന് വിളിക്കുന്നത്. എന്നാൽ ശരീരത്തിലെ ഊർജ്ജം ഉൽപ്പാദിക്കാനായിട്ട് ഏറ്റവും വലിയൊരു പങ്ക് ഗ്ലൂക്കോസിനാണുള്ളത്. പക്ഷെ ഈ ഗ്ലൂക്കോസ് അമിതമായാൽ നമുക്കത് ദോഷമാണ് താൻ. രക്തത്തിലെ ഷുഗറിനെ കോശങ്ങളിലേക്ക് കയറ്റിവിട്ട് ഊർജ്ജം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും അത് തകരാറാവുമ്പോഴുമാണ് പ്രമേഹം ഉണ്ടാവുന്നത്. ഡയബറ്റിസ് 2 ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. എന്താണ് ഈ ടൈപ്പ് 1 ഡയബറ്റിസ്? ടൈപ്പ് 1 ഡയബറ്റിസ് ഓട്ടോ ഇമ്മ്യൂൺ കാറ്റഗറിയിൽ വരും. എന്താണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ? നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ നമ്മുടെ ശരീരം തന്നെ തെറ്റിദ്ധരിച്ച് വേണ്ട എന്ന് തെറ്റിദ്ധരിച്ച് അതിനെ നശിപ്പിച്ചു കളയും. അപ്പോൾ ഈ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസിനെ കയറ്റിവിടാൻ സഹായിക്കുന്ന ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബീറ്റാ സെൽസ് ആണ്. ഈ ബീറ്റാ സെൽസിനെ നമ്മുടെ ശരീരം തന്നെ തെറ്റിദ്ധരിപ്പിച്ച് നശിപ്പിച്ചു കളയുമ്പോൾ ഈ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ നിന്നുപോകും. അപ്പോൾ ഈ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസിനെ കയറ്റിവിടാൻ ഇൻസുലിന്റെ അഭാവം സ്ഥിരമായി സംഭവിക്കുന്നു. ഈ ഒരു കാറ്റഗറി ഡയബറ്റീസിനെയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻക്രിയാസ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസുലിന് അതിന്റെ കർമ്മം ചെയ്യാൻ പറ്റാണ്ട് വരുന്ന അവസ്ഥയിലും ബ്ലഡ് സ്ട്രീമിനകത്ത് ഗ്ലൂക്കോസ് വന്ന് കുമിഞ്ഞു കൂടി കിടക്കുന്ന ഒരു അവസ്ഥ വരും. കോശങ്ങളിലേക്ക് വേണ്ട രീതിയിലുള്ള എനർജി ഉണ്ടാക്കാനുള്ള ഗ്ലൂക്കോസ് കിട്ടുന്നുമില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. പല കാരണം കൊണ്ടിട്ട് നമുക്ക് ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവുന്നതാണ്. അമിതവണ്ണം അല്ലെങ്കിൽ ഒബേസിറ്റി നമ്മൾ പറയാം, PCOD പോലത്തെ ഇഷ്യൂസിനകത്ത് നമ്മൾ പറയാറുണ്ട്. വളരെ സെഡൻറ്ററി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല്, തൈറോയിഡ് ഇഷ്യൂസ് ഉള്ളപ്പോൾ നമ്മൾ പറയാറുണ്ട്. വളരെയധികം സ്ട്രെസ് ലൈഫിൽ ഉണ്ടാവുമ്പോഴും ഈ പറയുന്ന ഡയബറ്റീസിലേക്ക് നമ്മൾ എത്താറുണ്ട്. എന്തൊക്കെ സിംറ്റംസ് ആണ് ഡയബറ്റീസിന് വരുന്നത്? അമിതമായുള്ള യൂറിനേഷൻ ഒരു സിംറ്റമാണ്. എപ്പോഴും മൂത്രമൊഴിക്കണം എന്നുള്ളൊരു ഫീല് വരിക, എപ്പോഴും ദാഹിക്കുന്ന ഒരു ഫീല് വരിക, അതേപോലെ വളരെയധികം എത്ര കഴിച്ചാലും വിശപ്പ് മാറാത്ത ഒരു ഫീലിംഗിലേക്ക് വരിക. കൂടാണ്ട് മുറിവുകൾ വന്നാൽ ഉണങ്ങാണ്ടിരിക്കുക. പിന്നെ ഇൻഫെക്ഷൻസ് ഉണ്ടാവുക. പ്രൈവറ്റ് പാർട്സിൽ മെയിൽസിനാണെങ്കിലും ഫീമെയിലിനാണെങ്കിലും പ്രൈവറ്റ് ഏരിയയിൽ ഇൻഫെക്ഷൻസ് വരിക എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഒരു സിംറ്റമാണ്. പലപ്പോഴും മുറിവ് ഉണങ്ങാണ്ടിരുന്നിട്ട് ആംപ്യൂട്ടേഷനിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്താറുണ്ട്. പിന്നെ പലപ്പോഴും നമുക്ക് ഡയബറ്റീസ് കൂടുതലായി നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് കൈയിനും കാലിനും ഒക്കെ ഒരു മരവിപ്പ് പോലത്തെ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു നംനെസ് സെൻസേഷൻ ഇല്ലാണ്ടിരിക്കുക, കൈകാൽ തരിപ്പ്, ഇതെല്ലാം ഇതിൻ്റെ ഒരു സിംറ്റമാണ്. തൊട്ടാൽ അറിയില്ലാത്തൊരവസ്ഥയിലേക്ക് വരിക. അപ്പോൾ ചിലപ്പോൾ കല്ല് കൊള്ളുമ്പോഴോ മുള്ളു കൊള്ളുമ്പോഴോ ഒക്കെ അറിയാണ്ടിരിക്കും. അപ്പോൾ അത് അറിയാണ്ട് പൊട്ടണതും നമ്മൾ അറിയുന്നില്ല. അത് പിന്നെ കൂടുതൽ ഇൻഫെക്ഷൻസിലേക്കൊക്കെ പോകുന്ന അവസ്ഥ കാണാറുണ്ട്. സ്ഥിരമായി നിൽക്കുമ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ള അവസ്ഥയിലേക്ക് ശരീരം പോകുന്നു. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ബിലോ 100 ആണെങ്കിൽ നമ്മളത് നോർമൽ എന്ന് പറയുന്നു. HbA1c 4.5 to 5.7 ആകുമ്പോൾ നമ്മളത് നോർമൽ എന്ന് പറയുന്നു. അതിൽ നിന്ന് റേഞ്ച് മാറുന്ന അനുസരിച്ചിട്ട് നമ്മൾ ഡയബറ്റിക് കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.